പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് സഹായകമാകുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ അതിനു താഴെ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ മോശമായിരിക്കണം തുടങ്ങിയ കമൻസാണ് കുട്ടികൾ ഇടാറ്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി എല്ലാ കുട്ടികളും കമൻറ്റ് ചെയ്യുന്നത്, മിസ്സേ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാനുള്ള ടിപ്സ് പറഞ്ഞു തരൂ. വേറെ ചില കുട്ടികൾ, മിസ്സേ ഞങ്ങൾക്ക് A+ ഒന്നും വേണ്ട, ജസ്റ്റ് പാസ്സായി കിട്ടിയാൽ മതി, അതിനുള്ള ചില നമ്പറുകൾ ഒന്ന് പറഞ്ഞു തരുമോ. ഒരു പാവം പയ്യൻ, അവൻ്റെ ആവശ്യം, മിസ്സേ ഞാൻ 5 വർഷത്തിലധികമായി +2 പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ഒന്ന് കടന്നുകൂടണം, അതിനുള്ള ചില ടിപ്സാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള കമൻസൊക്കെ കേട്ടപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി വീഡിയോസ് ചെയ്യൽ ആദ്യം എനിക്കറിയാവുന്ന ചില ടിപ്സ് തന്നതിന് ശേഷം മാത്രം മതി എന്ന്. ഓക്കെ അല്ലേ? ഇംഗ്ലീഷ് പരീക്ഷയെ നിർഭയം നേരിടാനും നല്ല മാർക്കോടുകൂടി പാസ്സാവാനും നിങ്ങളെ സഹായിക്കുന്ന 6 ടിപ്സ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒരു സത്യം പറഞ്ഞോട്ടെ, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തോൽക്കാനാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ട്. ഞാൻ പറയുന്ന രീതിയിൽ ഇന്ന് മുതൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. തീർച്ചയായും നല്ലൊരു മാർക്കോട് കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാവാൻ കഴിയും. A+ നേടേണ്ടവർക്കുള്ള ടിപ്സ് അത് അടുത്ത വീഡിയോയിൽ തരാം. ഇന്നത്തെ ടിപ്പ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾക്കാണ്. ഇംഗ്ലീഷ് ഭാഷ ഒരു കീറാമുട്ടിയായി കരുതുന്നവർക്ക്, ഇംഗ്ലീഷ് ഒന്ന് എങ്ങനെയെങ്കിലും പാസ്സായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ നിമിഷം മുതൽ ഞാനിതിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും കുറഞ്ഞത് 35 മാർക്കെങ്കിലും ലഭിക്കും. 80-ൽ 35 മാർക്കെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി. പക്ഷേ കണ്ടീഷൻ ഓർക്കണം, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യാൻ തുടങ്ങണം. എന്താ, റെഡിയല്ലേ? മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചിന്തകളാണ് വാക്കുകളായി പുറത്തു വരുന്നത്, നിങ്ങളുടെ വാക്കുകളാണ് പ്രവൃത്തികളായി മാറുന്നത്. എൻ്റെ മക്കളെ, പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്താണെന്ന് പറയട്ടെ. എന്തായാലും ഇംഗ്ലീഷ് കടന്നുകൂടുന്ന് തോന്നണില്ല, എന്നെക്കൊണ്ട് ഇതൊക്കെ കൂടി പഠിച്ച് പാസ്സാവാൻ പറ്റുമെന്ന് തോന്നണില്ല, 2.5 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ഇത്രയധികം ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം എഴുതുക, എന്തായാലും ഞാൻ ചിലപ്പോൾ പൊട്ടിപ്പോകും. ഇങ്ങനെയല്ലേ 90% കുട്ടികളും പരീക്ഷയ്ക്ക് മുമ്പ് ചിന്തിക്കുന്നത്. മക്കളെ, ചിന്തകളാണത്രേ വാക്കുകളായും പിന്നീട് പ്രവൃത്തികളായും വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പാസ്സാവണമെങ്കിൽ ആദ്യത്തെ ടിപ്പ്, തിങ്ക് പോസിറ്റീവ്ലി, സ്റ്റാർട്ട് ലവിങ് ഇംഗ്ലീഷ്. ഇന്നു മുതൽ ചിന്തിക്കേണ്ടത്, പറയേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, ഇംഗ്ലീഷ് ഒരു ഇൻട്രസ്റ്റിംഗ് ലാംഗ്വേജാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ എത്രയധികം അവസരങ്ങളാണെന്നോ എനിക്ക് ലഭിക്കുക. ഞാൻ എന്തായാലും ഇംഗ്ലീഷ് നന്നായി പഠിക്കും, പരീക്ഷയ്ക്ക് നന്നായി എഴുതും, അതുപോലെ നല്ല മാർക്ക് വാങ്ങി ഞാൻ പാസ്സാവുകയും ചെയ്യും. ഇന്നു മുതൽ ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, പറയേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഏറ്റവും എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചേ, അല്പനേരം കണ്ണുകളടച്ചല്ലോ. ഇനി സ്വസ്ഥമായി
രണ്ട് കൈകളും കാൽമുട്ടുകളിൽ വെച്ച് സ്വസ്ഥമായൊന്നിരുന്നേ. പതിയെ കണ്ണുകളടച്ച് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. 1 മുതൽ 10 വരെയും ശേഷം 10 മുതൽ താഴേക്ക് 1 വരെയും എണ്ണുക. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ചിന്തകൾ വന്നും പോയും കൊണ്ടിരുന്നോട്ടെ. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെല്ലാവരും ഏറ്റവും റിലാക്സ്ഡായ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇംഗ്ലീഷ് എന്ന ഇൻട്രസ്റ്റിംഗ് ലാംഗ്വേജിനെ ഇഷ്ടമാണ്. ഇംഗ്ലീഷ് നന്നായി താല്പര്യത്തോടു കൂടി പഠിക്കാനും നല്ല രീതിയിൽ എഴുതാനും നല്ല മാർക്ക് നേടാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും. You can love English, learn English, write English examination very well and score very good marks. ഇനി ഞാൻ 3 വരെ എണ്ണും. 3 എന്ന് പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി കണ്ണു തുറക്കണം. 1. എല്ലാവരും ഇംഗ്ലീഷിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നന്നായി പഠിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ശേഷം നല്ല മാർക്കോടുകൂടി നിങ്ങളുടെ റിസൾട്ട് വരുന്നു. അതിൽ നല്ല മാർക്കോടുകൂടി നിങ്ങൾ പാസ്സാവുന്നതായി ആ സമയത്തുള്ള നിങ്ങളുടെ മുഖത്തെ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പോവാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്നു, അതെല്ലാം നിങ്ങൾ നന്നായിട്ട് എഴുതുന്നു. അതിനുശേഷം റിസൾട്ട് വരുന്നു. റിസൾട്ട് അറിയുമ്പോൾ ഇംഗ്ലീഷിന് കിട്ടിയ മാർക്ക് കണ്ട് നിങ്ങളാകെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. ആ ഒരു മുഖഭാവത്തോടു കൂടി, ചുണ്ടിലൊരു പുഞ്ചിരിയോടുകൂടി എല്ലാവരും ഒന്ന് കണ്ടുറന്നേ. 1 2 3. യെസ്, വെരി ഗുഡ്. ഇത് ഇന്ന് മാത്രം ചെയ്താൽ പോരാ. ഇനി നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷ കഴിയുന്നത് വരേക്കും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത് ചെയ്യണം. നിങ്ങളുടെ തലച്ചോറിനെ വിശ്വസിപ്പിക്കുക, നിങ്ങളുടെ ചിന്തയെ പോസിറ്റീവാക്കുക. ആൻഡ് സ്റ്റാർട്ട് ലവിങ് ഇംഗ്ലീഷ്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ടിപ്പ്. നമ്മുടെ തലച്ചോറൊരു വല്ലാത്ത കേമനാണ്. അദ്ദേഹം വിചാരിക്കുകയാണ് നമുക്ക് ഇംഗ്ലീഷിനെ ഇഷ്ടമാണെന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമെന്നും ഇംഗ്ലീഷ് എഴുതാൻ പറ്റുമെന്നും ഇംഗ്ലീഷിന് നല്ല മാർക്ക് കിട്ടുമെന്നും. മതി. നിങ്ങളുടെ ചിന്തകൾ ഇനി പോസിറ്റീവായി മാത്രമേ വരുള്ളൂ. പ്ലീസ് പ്രാക്ടീസ് ദിസ് ഡെയിലി ഇൻ ദ മോർണിംഗ്. 100% ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് നല്ലൊരു മാർക്കോടുകൂടി ഇംഗ്ലീഷ് പാസ്സാവാൻ പറ്റും. ഇംഗ്ലീഷ് പരീക്ഷാ റൂമിലേക്ക് സന്തോഷത്തോടു കൂടി ചെല്ലാൻ കഴിയും. ഓൾ ദ ബെസ്റ്റ്. ഇനി രണ്ടാമത്തെ ടിപ്പ്. ഇത് മിക്കവാറും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടക്കേട് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഒന്ന് കേട്ട് നോക്കുകയല്ലേ. സെക്കൻഡ് ടിപ്പ്. ഇന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് പരീക്ഷാ റൂമിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്താണെന്നറിയോ? എൻ്റെ തൊട്ടടുത്ത നമ്പർ ആരാണ്, എൻ്റെ അടുത്തിരിക്കുന്ന ആൾ, എൻ്റെ തൊട്ട് പിന്നിലിരിക്കുന്ന ആൾ, എൻ്റെ തൊട്ട് മുന്നിലിരിക്കുന്ന ആൾ, ഇവരൊക്കെ എനിക്ക് കാണിച്ചു തരുന്നവരാവണേ. പരീക്ഷാ റൂമിലേക്ക് ഒരു കെട്ടും കെട്ടി വരുന്ന സൂപ്പർവൈസർ സാർ ഉണ്ടല്ലോ, അതൊരു നല്ല മനുഷ്യനായാൽ മതിയായിരുന്നു.
മനുഷ്യനെ സ്വീപ്പാക്കുന്ന ടൈപ്പൊന്നും വരാതിരിക്കണേ പടച്ചവനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ പരീക്ഷാ റൂമിലേക്ക് പോകുന്നത്. തൊട്ടടുത്ത് ആരായാൽ എന്ത്, മുന്നിലോ പിന്നിലോ ആരോ ആവട്ടെ, കയറി വരുന്ന സൂപ്പർവൈസിങ് അധ്യാപകൻ അതാരായാലും എന്താ, ആ ആളുടെ ഡ്യൂട്ടി നിങ്ങൾക്ക് ചോദ്യപേപ്പർ തരുന്നു, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും നിങ്ങളുടെ അടുത്തേക്ക് ഉത്തരപേപ്പർ തരുന്നു, അങ്ങനെ നിങ്ങളെ പരീക്ഷ എഴുതാൻ സഹായിക്കുന്നു. അതാണ് നിങ്ങളുടെ റൂമിലേക്ക് വരുന്ന സൂപ്പർവൈസിങ് ടീച്ചറുടെ, ഇൻവിജിലേറ്ററുടെ ഡ്യൂട്ടി. അതവർ നന്നായി ചെയ്തോട്ടെ, അത് അവരുടെ ജോലിയാണ്. ലെറ്റ് ദം ഡു ഇറ്റ്. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നന്നായി ചെയ്യാം. അതിന് വേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞ തരത്തിലുള്ള ഈ ചിന്തകളെ ഇതാ ഈ നിമിഷം മുതൽ മായ്ച്ചു കളയുക. നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക. ആദ്യത്തെ ടിപ്പ് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടി. ഇനി ഈ രണ്ടാമത്തെ ടിപ്പ്, അതായത് മനസ്സ് ക്ലിയർ ആക്കുക. എന്താ ക്ലിയർ ആക്കേണ്ടത്? ഞാൻ പരീക്ഷാ റൂമിലേക്ക് പോവുകയാണ്. പരീക്ഷാ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഞാൻ തന്നെയായിരിക്കും. ഐ വിൽ ബി അലോൺ ദർ. എനിക്കൊരു ചോദ്യപേപ്പർ കിട്ടും, അതെഴുതാനുള്ള ഉത്തരപേപ്പറും കിട്ടും. ആ ചോദ്യപേപ്പർ ഞാൻ ഒറ്റയ്ക്ക് വായിച്ച് മനസ്സിലാക്കുകയും അതിനു വേണ്ട ഉത്തരങ്ങൾ ഞാൻ തന്നെ എഴുതുകയും വേണം. അതൊക്കെ എനിക്ക് പറ്റും. കാരണം എന്താ? എനിക്ക് ഇംഗ്ലീഷിനെ നല്ല ഇഷ്ടമാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും എനിക്കറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ എഴുതി വയ്ക്കും. അതിനെൻ്റെ മുന്നിൽ 2.5 മണിക്കൂറുണ്ട്. എനിക്ക് ചോദ്യപേപ്പർ, ഉത്തരപേപ്പറും എല്ലാ കാര്യങ്ങളും സഹായങ്ങളും ചെയ്യാനായിട്ട് നല്ലൊരു ഇൻവിജിലേറ്റർ അവിടെ വരും. എനിക്ക് വേണ്ട പെന്ന്, പെൻസില്, സ്കെയില്, ഇറേസർ, എല്ലാ സാധനങ്ങളും എൻ്റെ അടുത്തുണ്ട്. ഞാൻ എന്ത് ചെയ്യേണ്ടതില്ല? അവിടെയോ ഇവിടെയോ ഇരിക്കുന്നവരെക്കുറിച്ച് ഞാൻ ആലോചിക്കേണ്ട. ആ സമയം കൂടി ഞാൻ ആലോചിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ്? എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ചോദ്യപേപ്പർ, അതിലെ ചോദ്യങ്ങൾ, അതൊന്ന് വായിച്ച് മനസ്സിലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇപ്പം മുതലേ ആ രീതിയിൽ ചിന്തിച്ചാലേ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിൽ ഓരോന്ന് എടുക്കുമ്പോഴും തോന്നും, ഒരു ചോദ്യം എടുക്കുമ്പോൾ തോന്നും, ഷോ ഇതിത്തിരി ബുദ്ധിമുട്ടാണല്ലോ, ഇത് ഞാൻ പഠിക്കുന്നില്ല, ഇത് അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ കിട്ടുമായിരിക്കും. അടുത്തതെടുക്കേ, അത് നോക്കുമ്പോൾ ഷോ ഇത് അതിനേക്കാളും ടഫാണല്ലോ, ആരെങ്കിലുമൊക്കെ ഒരു തുണ്ട് പേപ്പർ കൊണ്ടുവരുമായിരിക്കും, എനിക്കത് കിട്ടുമായിരിക്കും. ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് നിങ്ങൾ ആ പുസ്തകത്തിൽ ഒന്നും തന്നെ മര്യാദയ്ക്ക് പഠിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ചിന്താഗതി പാടെ മാറ്റുക. തിങ്ക് ദാറ്റ് യു ആർ alone in the examination hall. You will get a single question paper. You have to read it, understand it and write the answers in 2.5 hours. എന്തു ഭാഗ്യം നോക്കിയേ, 2.5 മണിക്കൂർ എഴുതുന്നതിന് 15 മിനിറ്റ് ചോദ്യപേപ്പർ വായിക്കാനായിട്ടൊരു കൂൾ ഓഫ് ടൈമും കിട്ടുന്നുണ്ട്. ഇത്രയും നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടും ആ നല്ല അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് പ്രീ ഓക്യുപ്പൈഡ് ആണ്. ആരെങ്കിലും ഒക്കെ നോക്കി എഴുതാൻ സമ്മതിക്കുമായിരിക്കും. ഈ ഒരു പ്രീ ഓക്യുപ്പൈഡ് മൈൻഡോട് കൂടിയാണ് നിങ്ങൾ പുസ്തകങ്ങൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വായിക്കാൻ തോന്നില്ല. ഇനി വായിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാനും പറ്റില്ല. കാരണം മനസ്സിൻ്റെ ഒരു 3/4 ഭാഗവും ഇങ്ങനെയാണ് പറയുന്നത്, ഇത്രയൊക്കെ പഠിച്ചാൽ മതിയടോ, ബാക്കിയൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് സഹായിച്ചോളുമെന്ന്. സോ ഫ്രം ദിസ് മൊമെൻറ്റ് ഓൺവേർഡ്സ് അത് ഇറേസ് ചെയ്ത് കളയേ, മനസ്സിൽ നിന്ന് അത് പാടെ മാറ്റുക. നിങ്ങളാണ് നിങ്ങളുടെ പരീക്ഷ എഴുതേണ്ടത്, നിങ്ങൾക്കാണ് മാർക്ക് വേണ്ടത്. മാത്രമല്ല, ഈ ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നത് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഇംഗ്ലീഷ് അവസരങ്ങളുടെ രാജാവാണ്. നിങ്ങൾ ഇംഗ്ലീഷ് അത്യാവശ്യം ഒന്ന് പഠിച്ചു നോക്ക്, അത്യാവശ്യം ഒന്ന് എഴുതാൻ അറിഞ്ഞു നോക്ക്, എവിടെ പോയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്ന് വിചാരിച്ചൊന്ന് പഠിച്ചു നോക്കിയേ, 100% വിജയം നിങ്ങളുടേതായിരിക്കും. എഗെയിൻ ഞാൻ ഗ്യാരണ്ടി. സെക്കൻഡ് ടിപ്പ് ഏറ്റല്ലോ? ഗുഡ്. ഓക്കെ, ഇനി 3ാമത്തെ ടിപ്പ്. ഏറ്റവും കുറഞ്ഞ സമയമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ആ സമയം കൊണ്ട് എങ്ങനെയാണ് ടീച്ചർ പറഞ്ഞ പോലെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി പാസ്സാവാൻ കഴിയുക?
ഫസ്റ്റ് ടിപ്പ് കഴിഞ്ഞതോടുകൂടി കോൺഫിഡൻസ് ആയി. സെക്കൻഡ് ടിപ്പ് കഴിഞ്ഞതോടുകൂടി നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി നിങ്ങളുടെ ബ്രെയിനൊക്കെ ഇങ്ങനെ റെഡി ടു ലേൺ ആണ്, ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്. മൂന്നാമത്തെ ടിപ്പ്, ഓരോ ലെസൻ്റെയും തീം മിനിമം ഒരു 4-5 സെൻറ്റൻസുകളെങ്കിലും പഠിച്ച് വയ്ക്കുക. ഫസ്റ്റ് യൂണിറ്റ്, ഫസ്റ്റ് ലെസൺ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇറ്റ് ടെൽസ് യു അബൌട്ട് ദ നീഡ് ടു ബിക്കം സെൽഫ് കോൺഫിഡൻറ്റ്, നീഡ് ടു ബി കറേജിയസ്, നീഡ് ടു ബിലീവ് ഇൻ യുവർ സ്ട്രെങ്ത്സ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് ലെസൺ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ഒരു 4-5 സെൻറ്റൻസിൽ ഏറ്റവും സിമ്പിളായിട്ട് മതി. അത് നിങ്ങളൊന്ന് പഠിച്ച് തയ്യാറായി പോവാം. അതേപോലെ ഇഫ് എന്ന പോയം നിങ്ങളെ പഠിപ്പിക്കുന്നത് ദ ക്വാളിറ്റീസ് ടു ബി അറ്റൈൻഡ് ബൈ എ പേഴ്സൺ ഇൻ ഓർഡർ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. അതിനുള്ള കുറച്ച് ക്വാളിറ്റീസ്, പേഷ്യൻസ്, ട്രൂത്ത്ഫുൾനെസ്, ട്രസ്റ്റ് തുടങ്ങിയ കുറച്ച് ക്വാളിറ്റീസ്, അതും പഠിച്ചു വയ്ക്കുക. ഇങ്ങനെ ഓരോ ലെസൺസിനെ കുറിച്ചും ഏറ്റവും മിനിമം ഒരു ഐഡിയ മനസ്സിലുണ്ടാക്കിയിട്ട് പോവുക. ദാറ്റ്സ് ഓൾ. കാരണം പലപ്പോഴും കുട്ടികൾ ചോദിക്കും, അതെന്തിനാ മിസ്സേ ടെക്സ്റ്റൊക്കെ പഠിക്കുന്നത്, പുറത്തുനിന്നല്ലേ ചോദ്യം വരാമെന്ന്. നെവർ. എല്ലാം കോഴ്സ് ബുക്കിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരാറ്. അപ്പം നിങ്ങൾ വേണ്ടത് എല്ലാ ലെസനെ കുറിച്ചും എല്ലാ പാഠഭാഗത്തെക്കുറിച്ചും ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കിക്കൊണ്ട് പോവുക. ഏത് പാഠത്തെക്കുറിച്ച് ചോദിച്ചാലും അതിൻ്റെ തീമിനെക്കുറിച്ച് 3-4 സെൻറ്റൻസ് എങ്കിലും എഴുതാനുള്ള ഒരു കഴിവുമായിട്ട് നിങ്ങൾ പോവുക. ഏറ്റവും എളുപ്പമാണ്, ഒരുപാടൊന്നും പഠിക്കാൻ പറയുന്നില്ല. ഏറ്റവും ചുരുങ്ങിയ 3-4 സെൻറ്റൻസിൽ ഓരോ ലെസൻ്റെയും തീം പഠിച്ചിട്ട് പോവുക. ഇനി സെൻറ്റൻസുകൾ കാണാപ്പാഠം പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓരോ ലെസൻ്റെയും ആശയങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പരീക്ഷാ റൂമിൽ ചെന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ സെൻറ്റൻസുകളായി എഴുതുക. അപ്പം മിസ്സേ ഇംഗ്ലീഷ് ഇപ്പം അങ്ങനെ എഴുതാൻ അറിയുമെങ്കിൽ ഞങ്ങൾ തോൽക്കുമോ എന്നൊരു സംശയം ഉണ്ടാവും. ഞാനീ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ കടന്നു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നല്ല നല്ല ആശയങ്ങൾ ഉണ്ടാകും. ആ ആശയങ്ങളെ നിങ്ങൾ ഈ 10-11 വർഷം പഠിച്ച ഇംഗ്ലീഷില്ലേ, മുറി ഇംഗ്ലീഷ് ആകട്ടെ, പൊടി ഇംഗ്ലീഷ് ആകട്ടെ, തരി ഇംഗ്ലീഷ് ആവട്ടെ, എന്തോ ആവട്ടെ, ഇനി അത് ഏറ്റവും പെർഫെക്റ്റ് ഇംഗ്ലീഷ് ആക്കാനുള്ള സമയം നമ്മുടെ മുന്നിലില്ലല്ലോ പരീക്ഷയ്ക്ക് മുമ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാവുന്ന ഒരു ഇംഗ്ലീഷിൽ വലിയ തെറ്റൊന്നും കൂടാതെ അങ്ങ് എഴുതി വയ്ക്കുക. നിങ്ങളുടെ മനസ്സിലെ ആശയം അവിടെ വിനിമയം ചെയ്താൽ മതി. അത് വായിക്കുന്ന അധ്യാപകന് മനസ്സിലാവും ഈ കുട്ടിയുടെ കയ്യിൽ ആശയമുണ്ട്, അത് തെറ്റില്ലാത്ത രീതിയിൽ, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ മതി നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് വീഴാൻ. സ്പെല്ലിങ്ങിനെ കുറിച്ചോ ഗ്രാമറിനെ കുറിച്ചോ ഒന്നും വല്ലാതെ ചിന്തിച്ച് പാവം തലയെ പുകയ്ക്കണ്ട. നിങ്ങൾക്കറിയാവുന്ന ഗ്രാമർ മതി, നിങ്ങൾക്കറിയാവുന്ന സ്പെല്ലിംഗ് മതി, എഴുതുക. ഇപ്പം നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഗ്രാമറും സ്പെല്ലിങ്ങും ഒക്കെ അതൊക്കെ പിന്നെ ആവട്ടെ, ഇനിയും സമയമുണ്ടല്ലോ. നിങ്ങൾ ഇംഗ്ലീഷിനെ സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷിനെ നന്നായി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു, പിന്നെ ഇനി ഇതൊക്കെ വഴിയേ വന്നോളും. ഇപ്പം തൽക്കാലം ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷിൽ പേപ്പറിലേക്ക് പകർത്തി വയ്ക്കുക. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ദി തേർഡ് ടിപ്പ്. നൗ ദ ഫോർത്ത് ടിപ്പ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി +1 പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു പേപ്പറിനകത്ത് കുറിച്ച് വയ്ക്കുക. ചെറിയൊരു സഹായം ഞാൻ ചെയ്യാം. കഴിഞ്ഞ 4-5 വർഷത്തിനിടെ +1 പരീക്ഷകൾക്ക് ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം എങ്ങനെ എഴുതണമെന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. സ്ഥിരമായി വരുന്ന ചോദ്യങ്ങളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയാൽ തന്നെ ഏറെക്കുറെ നിങ്ങൾക്ക് പാസ് മാർക്കല്ല, ഒരു മിനിമം ഒരു 35 മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പറയാം. ലെറ്റർ റൈറ്റിംഗ്, അത് ഒഫീഷ്യൽ ആവാം, പേഴ്സണൽ ആവാം. പ്രൊഫൈൽ റൈറ്റിംഗ്, ഇമെയിൽ, റിവ്യൂ ഓഫ് എ സ്റ്റോറി, സ്പീച്ച്, ലൈവ് TV റിപ്പോർട്ട്സ്,
അപ്രീസിയേഷൻ ഓഫ് എ പോയം? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ സ്ഥിരമായി നിരന്തരമായി എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും മിനിമം ഈ പറഞ്ഞ ഡിസ്കോഴ്സസിൻ്റെ ഫോമാറ്റുകളൊന്ന് പഠിച്ചു വയ്ക്കുക. എന്തൊക്കെ രീതിയിൽ ഏത് ഫോർമാറ്റിലാണ് ഇത് എഴുതേണ്ടത്. അതുപോലെ ഇപ്പോൾ ലെറ്റർ റൈറ്റിംഗ് പഠിക്കുകയാണെങ്കിൽ ലെറ്റർ റൈറ്റിംഗ് ഫ്രം എന്തൊക്കെ എഴുതണം, ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോമാറ്റ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. സപ്പോസ് ലെറ്റർ എഴുതുമ്പോൾ ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ പേജ് ഇങ്ങനെയാണെങ്കിൽ പേജിൻ്റെ ലെഫ്റ്റ് സൈഡ് മാർജിനോട് ചേർന്ന് നമ്മൾ ആദ്യം ഫ്രം അഡ്രസ്സ് എഴുതണം. അവിടെ ഫ്രം എന്നൊന്നും എഴുതേണ്ടതില്ല. നമ്മളുടെ ഒരു ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം, പ്ലേസ് നെയിം, ഇങ്ങനെ 3 എഴുതി വയ്ക്കുക. അത് എന്ത് എഴുതണം എന്നുള്ളത് കൂടി ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ABC ഹൗസ്, XYZ സ്ട്രീറ്റ്, അൺനോൺ ടൗൺ. ഈ രീതിയിൽ നിങ്ങളുടെ കയ്യിലൊരു റെഡിമെയ്ഡ് ഒരു ഫ്രം അഡ്രസ്സ് അവിടെ ഉണ്ടായിക്കോട്ടെ. ഫോമൽ ആവട്ടെ ഇൻഫോമൽ ആവട്ടെ, ഫ്രം അഡ്രസ്സ് എഴുതേണ്ടടുത്ത് ഞാൻ ഇതേ എഴുതുള്ളൂ എന്ന് മനസ്സിലങ്ങ് സെറ്റ് ചെയ്ത് പോവുക. കാരണം എന്താ അറിയോ, അവിടെ ചെന്നാൽ അതുപോലും ചിന്തിക്കാനുള്ള ഒരു സമയം നമ്മൾ വേസ്റ്റ് ആക്കരുത്. ടൈം ഈസ് സോ പ്രഷ്യസ്. അൺഫോർഗിവിങ് മിനിറ്റ് ഇഫ് എന്നുള്ള പോയത്തിൽ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് മേക്ക് യൂസ് ഓഫ് ഈച്ച് സെക്കൻഡ്, യു വിൽ ബി എ പെർഫെക്റ്റ് മാൻ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അത്ര രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകും. അപ്പോൾ ഫ്രം എഴുതും നമ്മൾ, അതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പേസ് വിട്ടിട്ട് ഡേറ്റ് എഴുതും. വീണ്ടും ഒരു സ്പേസ് വിട്ടിട്ട് ടു അഡ്രസ്സ് എഴുതും. ഈ ഫ്രമും ഡേറ്റും അത് നമുക്ക് ആലോചിക്കാതെ തന്നെ എഴുതാൻ പറ്റും. പിന്നെ ടു അഡ്രസ്സാണ്. ടു എന്നുള്ളിടത്ത് എന്ത് എഴുതണം എന്നുള്ളത് എവിടെ ഉണ്ടാവും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ആർക്കാണ് കത്ത് എഴുതേണ്ടതെന്ന് വെച്ചാൽ ആ ആളുടെ സ്ഥാനപ്പേരും ഓഫീസ് നെയിമും അവിടെ എഴുതിയാൽ മതി. 2 ആയി. അപ്പം തന്നെ നോക്കിയേ, ഒരു നല്ലൊരു ലെറ്ററിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത് സർ, സാല്യൂട്ടേഷനായി. അതിന് താഴെ സബ്ജക്റ്റ് എഴുതാം, SUB എന്ന് എഴുതാം. എന്നിട്ട് സബ്ജക്റ്റ് എവിടെ നിന്ന് കിട്ടും, അതും ഉണ്ടാവും ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇന്ന കാര്യത്തിന് ലെറ്റർ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് അതേപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി, സബ്ജക്റ്റുമായി. ഇനി ലെറ്റർ എഴുതുമ്പോൾ 3 പാരഗ്രാഫായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ഏതൊരു ഒഫീഷ്യൽ ലെറ്ററിനും എഴുതാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് പാരഗ്രാഫ്, 2-3 സെൻറ്റൻസ് ഉള്ള ഒരു പാരഗ്രാഫ് കാണാതെ പഠിച്ചു പോവുക. അവസാനിപ്പിക്കേണ്ട ഭാഗത്ത് എഴുതേണ്ട 1-2 സെൻറ്റൻസ് അതും കാണാതെ പഠിച്ചിട്ട് പോവുക. എൻഡ് ചെയ്യേണ്ടത് മാർജിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിൽ യുവേഴ്സ് സിൻസിയർലി SD നെയിം അതും എഴുതി വയ്ക്കുക. പിന്നെ നിങ്ങൾ പരീക്ഷാ റൂമിൽ ചെന്നതിന് ശേഷം ആലോചിക്കേണ്ട ഒരൊറ്റ ഭാഗമേ ഉള്ളൂ, സെക്കൻഡ് പാരഗ്രാഫ് ഓഫ് ദി ലെറ്റർ. അത് എന്താണ് എന്നുള്ളത് ചോദ്യം വായിച്ചാൽ മനസ്സിലാവും. ചോദ്യത്തിൽ നിന്ന് തന്നെ ഏറെക്കുറെ അവിടെ എന്താണ് എഴുതേണ്ടത് എന്നതിന് ഒരു ചെറിയ ഐഡിയ ചോദ്യത്തിൽ നിന്ന് തന്നെ കിട്ടും. അതും കൂടി അങ്ങോട്ട് എഴുതി വയ്ക്കുക. ആ ഒരു കത്ത് നമ്മളാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ നേരെ അങ്ങ് എഴുതി വയ്ക്കുക. നെവർ വറി അബൌട്ട് യുവർ ഗ്രാമർ ഓർ യുവർ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. ഓക്കെ, ആശയം അവിടെ വന്നാൽ മാത്രം മതി. നോക്കൂ, ലെറ്ററിന് വേണ്ട ഒരു ഫോമാറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് ഒരു ലെറ്റർ റൈറ്റിംഗ് എഴുതാൻ പറ്റുക. അതിൽ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തു പോയ ഒരു തുടക്കവും ഒടുക്കവും ഫോമാറ്റും ഉണ്ടെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിലെ 3-4 സെൻറ്റൻസുകൾ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത്. ഇതുപോലെ നിങ്ങൾ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാൻ, പ്രൊഫൈലൊക്കെ മാർക്ക് കളയാന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാൻ മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുകയാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി തെറ്റുകൂടാതെ ടൈറ്റിൽ എഴുതി വെക്കുക. ബ്രാക്കറ്റിൽ അദ്ദേഹം ജനിച്ച വർഷം ഹൈഫൻ മരിച്ച വർഷം. ഓക്കെ, അണ്ടർലൈൻ ചെയ്യുക. ഹെഡിങ് ആയി, നിർബന്ധമാണ് അങ്ങനെ എഴുതണം എന്നുള്ളത്. പിന്നെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ എന്താ എഴുതേണ്ടത്, സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8th January 1942. ജനിച്ചു എന്നുള്ളതിന് വാസ് ബോൺ, ഡേറ്റിൻ്റെ തൊട്ട് മുന്നേ ഓൺ, ഇയറിൻ്റെ തൊട്ട് മുന്നേ ഇൻ, പ്ലേസിൻ്റെ തൊട്ട് മുന്നേ ഇൻ അല്ലെങ്കിൽ അറ്റ്. ഇതൊക്കെ അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക്
സുഖമായിട്ട് പ്രൊഫൈലും എഴുതാൻ പറ്റും. എഡ്യൂക്കേഷനെ കുറിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ്, കോളേജിൻ്റെ പേരെഴുതുക, സ്ഥലപ്പേരെഴുതുക. അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹി ബാഗ്ഡ് സോ മെനി അവാർഡ്സ് ലൈക്ക്, എന്നിട്ട് അവാർഡുകൾ അങ്ങനെ നേരെ നേരെ എഴുതുക. മരിച്ച വർഷം തന്നിട്ടുണ്ടെങ്കിൽ ഹി ഡൈഡ് ഇൻ 2018. എത്ര എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രീതിയിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി റെഡിയായി പോവുകയാണെങ്കിൽ പരീക്ഷാ റൂമിൽ തിരിഞ്ഞു കളിക്കേണ്ട ആവശ്യമില്ല. വരുന്ന അധ്യാപകനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അയ്യോ എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറയേണ്ട ആവശ്യം വരില്ല. സോ ഗെറ്റ് റെഡി. 50% നിങ്ങൾ റെഡി ആയിട്ട് പരീക്ഷാ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ദ റെസ്റ്റ് യു ക്യാൻ ഡു വണ്ടർഫുള്ളി വെൽ ഇൻ ദി എക്സാമിനേഷൻ ഹാൾ. ഇനി 5th ടിപ്പ്, ചോദ്യപേപ്പർ എടുക്കുമ്പോൾ തന്നെ വളരെ കൂളായിട്ട് എടുക്കുക. കാരണം കൂൾ ഓഫിലേക്കാണ്, നിങ്ങൾ ഹോട്ട് ടൈമിലേക്കല്ല പോകുന്നത്, നിങ്ങളൊരു ഹോട്ട് സീറ്റിലല്ല ഇരിക്കുന്നത്. ബി കൂൾ. നിങ്ങൾക്ക് കനിഞ്ഞനുഗ്രഹിച്ച് കിട്ടിയിട്ടുള്ളതാണ് ആ 15 മിനിറ്റ്. ചോദ്യപേപ്പർ റിലാക്സ് ചെയ്ത് വായിക്കുക. എത്രത്തോളം ചോദ്യങ്ങൾ കൃത്യമായി വായിക്കാൻ പറ്റുമോ അതൊക്കെ വായിക്കുക. ബാക്കിയുള്ള ചോദ്യങ്ങൾ വീണ്ടും സമയമുണ്ടല്ലോ, പേടിക്കുകയേ വേണ്ട. ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ ഏറെക്കുറെ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗത്തെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പകുതി ഭാഗം കൂളായി. അറിയാവുന്ന കുറേ ചോദ്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതൊക്കെ പോരെ പാസ്സാവാനായിട്ട്. സോ ബി കൂൾ ആൻഡ് റീഡ് യുവർ ക്വസ്റ്റ്യൻ ഇൻ എ റിലാക്സ്ഡ് മാനർ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദ്യങ്ങളുടെയൊക്കെ അർത്ഥം ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. മുഴുവനായിട്ട് മനസ്സിലായില്ലെങ്കിലും എന്താണ് ചോദിച്ചതെന്നും എന്താണ് ഞാൻ അതിനെ എഴുതേണ്ടതെന്നുള്ള ചെറിയൊരു രൂപം നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ മനസ്സിൽ പഠിച്ചു വെച്ച കുറേ ആശയങ്ങളുണ്ട്. ഓരോ പാഠഭാഗത്തെയും ആശയങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന ആത്മവിശ്വാസം നിങ്ങളുടെ കയ്യിലുണ്ട്. ചോദ്യത്തിൻ്റെ പകുതിയിലധികം നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ നന്നായി എഴുതാനും തീരുമാനം എടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടിപ്പ്. 80 മാർക്കിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. 80 മാർക്കിനുള്ള ഉത്തരങ്ങൾ എഴുതുകയാണെങ്കിൽ തോൽക്കാനുള്ള സാധ്യത 0 ആണ്. ഉറപ്പാണത്. കാരണം ഒന്നാമത്തെ ചോദ്യം മുതൽ അവസാനത്തെ ചോദ്യം വരെ നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷിൽ പകർത്തി വെച്ചാൽ തന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല. ചെറിയ ചെറിയ നിങ്ങളുടെ മനസ്സിലുള്ള പാഠസംബന്ധമായ ആശയങ്ങളെ ചോദ്യവുമായി ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് അങ്ങ് എഴുതി വെക്കുക. ഇംഗ്ലീഷ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ലാംഗ്വേജ് and you desire to learn it and you will score wonderful marks. ഈ ഒരു തയ്യാറെടുപ്പോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ 80 മാർക്കിനും ഞാൻ എന്തായാലും 80 മാർക്കിനുള്ള ഉത്തരങ്ങൾ ഞാൻ എഴുതുമെന്ന് തീരുമാനിക്കുക. 80 മാർക്കിനുള്ള ഉത്തരങ്ങളും 2.5 മണിക്കൂർ എടുത്ത് എഴുതുക. നല്ല സന്തോഷത്തോടു കൂടി ആൻസർ ഷീറ്റ് സാറിൻ്റെ അടുത്ത് കൊടുത്ത് ഒരു താങ്ക്സ് ഒക്കെ പറയുക. എന്താ കാര്യം? ഇത്രയും നേരം നിങ്ങളെ പരീക്ഷ എഴുതുന്നതിന് കാവൽ നിന്നതാണ് അദ്ദേഹം. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പേപ്പർ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തന്നതാണ്. ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി പുറത്തേക്ക് പോവാം. ഉറപ്പാണ് റിസൾട്ട് വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി മാർക്ക് ലിസ്റ്റ് വാങ്ങുന്ന നിങ്ങളെ അത് ഉറപ്പായിരിക്കും സംഭവിക്കും. അത് ഡെഫിനറ്റായിട്ടും. സോ ലെറ്റ്സ് റീക്യാപ്പ്. ഫസ്റ്റ് വൺ, റിലാക്സ് ചെയ്യുക. നല്ല 3 ഡിസിഷൻസ് എടുക്കുക. തിങ്ക് ദാറ്റ് ഇംഗ്ലീഷ് ഈസ് ഈസി, തിങ്ക് ദാറ്റ് യു വിൽ ലേൺ ഇംഗ്ലീഷ് ആൻഡ് തിങ്ക് ദാറ്റ് യു വിൽ റൈറ്റ് ആൻഡ് സ്കോർ വണ്ടർഫുൾ മാർക്സ് ഇൻ ഇംഗ്ലീഷ് എക്സാമിനേഷൻ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, പരീക്ഷാ റൂമിൽ ചെന്ന് എന്തെങ്കിലും രീതിയിൽ ഒപ്പിക്കാം മാർക്ക് എന്നുള്ള ചിന്തകൾ ഈ നിമിഷം മുതൽ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുക ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ് ഇംഗ്ലീഷ്. മൂന്നാമത്തത്, ഓരോ പാഠഭാഗത്തെയും കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ 3-4 സെൻറ്റൻസിൽ ഓരോ പാഠഭാഗത്തിൻ്റെയും തീം പഠിച്ചു വയ്ക്കുക. ഫോർത്ത് വൺ, പരീക്ഷാ റൂമിൽ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് വായിക്കുന്നു. നെക്സ്റ്റ് വൺ, ഓരോ ചോദ്യത്തിനും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷിൽ എഴുതി വയ്ക്കുന്നു.
ദ ലാസ്റ്റ് ടിപ്പ്, 80 മാർക്കിനുള്ള ഉത്തരങ്ങളും എഴുതിയിട്ടേ നിങ്ങൾ പരീക്ഷാ റൂം വിട്ടു പോകുന്നുള്ളൂ. ആൻഡ് ഇത്രയും കാര്യങ്ങൾ ഈ നിമിഷം മുതൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരാൾ പോലും ഇംഗ്ലീഷിൽ തോൽക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങളിൽ ഒരാൾക്ക് പോലും 35 മാർക്കിൽ താഴെ കിട്ടില്ല. 80-ൽ 35 മാർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. അതിന് ഞാൻ സീന ടീച്ചർ ഗ്യാരണ്ടി തരികയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ നിമിഷം മുതൽ ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു പരീക്ഷ, അതുപോലെ തന്നെ പരീക്ഷയിൽ ഉന്നത വിജയവും ആശംസിക്കുന്നു. ഒരൊറ്റ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ മാർക്ക്, ജയിച്ചോ തോറ്റോ എന്നുള്ള കാര്യം ഒന്ന് എഴുതി വെച്ചേക്കണേ. ചുമ്മാ ഒന്നറിയാലോ. ഈ രീതിയിലൊന്നും പരീക്ഷ പാസ്സാവില്ല എന്നാണെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള ടിപ്സ് ആർക്കും കൊടുക്കാതിരിക്കാലോ. അതല്ല, നിങ്ങളിൽ കൂടുതൽ പേരും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇത്തരം ടിപ്പുകളുമായി വീണ്ടും നിങ്ങളുടെയൊക്കെ മുന്നിൽ വരാലോ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.